മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിശ്ചയമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ അല്ലെ 1202 ആണ്ടിലെ ചിങ്ങമാസത്തിലെ പൊതുഫലങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ പുണർദ നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവർ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പഴയ എന്നെ ഇഷ്ടപ്പെടുന്നവരോ ഞാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. കാരണം ഇത് പുതിയൊരു ചാനലായതുകൊണ്ടാണ് പറയുന്നത്. ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക, കുറച്ച് നാളത്തേക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്താണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ഈശ്വര നിശ്ചയം അല്ലേ. സർവ്വ കാര്യങ്ങൾ പുണർന്നാളിന് സർവ്വ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും. അതെന്താണെന്ന് ചോദിച്ചാൽ 2 കൂറിൽ നിൽക്കുന്നതാണ്. മിഥുന കൂറിലും കർക്കിടക കൂറിലും നിൽക്കുന്ന നക്ഷത്രമാണ്. 3/4 ഭാഗവും താഴത്തെ കൂറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ജന്മത്തിലാണ് അപ്പോൾ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ പിന്നെ മിഥുനത്തിൽ നിൽക്കുന്ന പുണർന്നക്കാർക്ക് കണ്ടകശനി കൂടെയാണ്. മറ്റേ കർക്കിടകത്തിൽ നിൽക്കുന്നതാണെങ്കിൽ കണ്ടകശനി ഇല്ല. വ്യാഴം അനുകൂലം, സാമാന്യ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എങ്കിൽ തന്നെ വ്യാഴത്തെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക. ജന്മത്തിൽ ജന്മവ്യാഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുണ്ടാവും ഇല്ല ഒന്നും പറയുന്നില്ല. അതിനുള്ള ചെറിയ ചെറിയ ദുരിതങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ പ്രശ്നവശാൽ ഗ്രഹങ്ങളെയൊക്കെ നോക്കി ബലാബലങ്ങളൊക്കെ നോക്കിയാണ് നമുക്കതിൻ്റെ ഫലങ്ങൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നിങ്ങളുടെ ജാതകങ്ങളും യോഗങ്ങളും എങ്ങനെയാണെന്നുള്ള ഇതനുസരിച്ചാണ്. ഇതൊരു പൊതുഫലം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കണ്ണിക്കൊള്ളാനുള്ള സംഭവം വലിയ തൂണ്ടുമാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ചെറിയ ചെറിയ ദോഷങ്ങൾക്കുള്ള ഒരു കാഠിന്യം കുറച്ച് തരിക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, സർവ്വകാര്യങ്ങൾക്കും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. വിദേശത്തെ ജോലിയുള്ളവർക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധിക്കും. ജോലിക്കയറ്റം പ്രതീക്ഷിക്കുക. എല്ലാ വിധത്തിലുമുള്ള കൂട്ടുകച്ചവടക്കാരുമായി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഷെയർ ചേർന്നുള്ള ബിസിനസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ, ഡാൻസ്, നൃത്തം, കലാപ്പാട്ട്, വയലിൻ, മൃദംഗം ഇങ്ങനെയൊക്കെയുള്ളവർക്ക് നന്മയിലെത്താനുള്ള സാധ്യതാവസ്ഥ കൂടുതൽ കാണുന്നു. പ്രേമകാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വിവാഹത്തിൽ ചെന്ന് കലാശിക്കാനുള്ള സാധ്യതാവസ്ഥയും വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ധനസഹായമോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒരു പ്രമോഷനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതാവസ്ഥ കൂടുന്നുണ്ട്. അന്യൻ്റെ ധനമെടുത്ത് ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാവും. നോക്കരുത്, അത് 10ൽ ശനി നിൽക്കുന്നതുകൊണ്ടാണ്. പുതിയ വാഹനം കൈവശം വരും. ശനി എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഉണ്ടാക്കി തരും, പക്ഷെ അതുപോലെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അതാണ് ചില ആൾക്കാരൊക്കെ ശനിക്ക് ഒരല്പം മോശമാണല്ലോ എന്ന് പറയുന്നത്. ചില ആൾക്കാർ വരും ശനി ഏറ്റവും നല്ലതാണ്. അത് 6, 8, 12 ഭാവങ്ങളിൽ ഒരു ഗ്രഹത്തിൽ ശനി നിന്നാൽ അവന് നല്ലതാണ്, ആ ആളിന് നല്ലതാണ്, ആ ഒരു പുരുഷനെ അല്ല സ്ത്രീക്ക് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജാതകം പരിശോധിച്ചിട്ടാണ്. അല്ലാതെ ഒരു ഗ്രഹവും നമുക്ക് മോശം ചെയ്യാറില്ല. ശുക്രൻ മോശം ചെയ്യുമോ? രാഹു മോശം ചെയ്യുമോ? കേതു മോശം ചെയ്യുമോ? കേതു എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരത്വം ഉണ്ടാക്കിയിട്ട് മാറ്റിക്കളയുന്ന സാധനമാണ്. വ്യാഴം മോശം ചെയ്യുമോ? ചില ആൾക്കാർക്ക് വ്യാഴം നല്ലതായിരിക്കും. ചില രോഹിണിയത്തും തിരുവോണം നക്ഷത്രക്കാർക്ക് 30 വയസ്സിന് ശേഷം 46 വയസ്സൊരു വ്യാഴമാണെന്ന് പറയും. പക്ഷേ 30 വയസ്സോടെ 46 വയസ്സും ചില ആൾക്കാരൊന്നും ഉണ്ടാക്കില്ല, ഒരു ഗതി ഉണ്ടാവില്ല. ചിലർക്ക് 46 കഴിഞ്ഞാൽ ശനി അപ്പം ഫലമുണ്ടാകും. അപ്പോൾ ശനി സൽഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടോ ശനിക്ക് ചില യോഗഫലങ്ങളുണ്ട്. നീചഭംഗ രാജയോഗമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യോഗം, ഗജകേസരി, ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി, ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുവാണെങ്കിൽ യോഗഫലങ്ങളൊക്കെ കാണാം ഇല്ലേ. പിന്നെ നിത്യത ദാരിദ്ര്യയോഗമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതിനനുസരിച്ച് അതിന് പരിഹാരം ചെയ്യാം. എന്നുവെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ പോലും പറയുന്നേ പൂർവ്വപുണ്യത്ത് അല്ലെങ്കിൽ പൂർവ്വർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സുഹൃതം, ആ സുഹൃതം ഇന്ന് ജനിച്ചിരിക്കുന്ന നമുക്കാണ് ഫലം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ. അവർ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ദോഷങ്ങളൊന്നും ചെയ്യരുത്, ഒരാളെ ചതിക്കരുത്, ഒരാളെ ചതിച്ചു വഞ്ചിക്കരുത്, ഇന്നത് നല്ലതാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് കാണിച്ചിട്ട് കാശടിച്ചു പോകാൻ. അതൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിൽക്കാൻ ആ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാകുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് അന്ത്യഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഹരിചന്ദ്രന്മാരാകാൻ പറ്റില്ലെങ്കിലും മാക്സിമം ശ്രമിക്കുക. നമ്മൾ കാപട്ടിയില്ലാത്ത ആൾക്കാരുമില്ല, ജീവിക്കാൻ വേണ്ടി കാപട്ടി ചിലത് ചണക്കിന് പറയുന്നില്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വിശ്വാസമല്ലാത്ത ഒരാളെ നമ്മൾ അകറ്റി നിർത്തിയേക്കുക. നമ്മൾ അവിടെ സപ്പോർട്ടിന് പോകണ്ട. അപ്പം നമ്മളെ ചതിക്ക് 1 പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചാലേ പിന്നെ നമ്മൾ ഗുഡ് ബൈ പറയാം. സ്നേഹക്കുറവൊന്നും വേണ്ട.
ഗുഡ് ബൈയോടെ കൂടുതൽ സഹകരണം വേണ്ടെന്ന് ഇരിക്കുക. ദുഷ്ടന്മാരെ കണ്ടാൽ ദൂരെ നമ്മളകന്ന് നോക്കുള്ളൂ. അതാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുന്നത്. അതുപോലെ കാർഷിക മേഖലയിലുള്ളവർക്ക് അനുകൂല സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സജീവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും. വിഷമകരമായ വാർത്തകൾ ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യതാവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ കർമ്മരംഗം പുരോഗമിക്കാനുള്ള സാധ്യത ഞാൻ നേരത്തെ ഉണ്ട്. മനോവിഷമം കൂടും. ചെറിയ ചെറിയ ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുന്ന ക്കാനുള്ള സാധ്യതയുണ്ട്. ഉപാസനാദി കാര്യങ്ങൾക്ക് സമയങ്ങൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് അരിഷ്ടത വർദ്ധിക്കുകയോ അവരുടെ വിയോഗാവസ്ഥ കേൾക്കുകയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ വൈദ്യനെ കാണുക. വൈദ്യസഹായം തേടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക. അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് കേട്ടോ. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഉദരസംബന്ധമായ ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭൂമി നമ്മൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീരുമാനിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ എഴുത്തുകുത്തുകളും മറ്റു കാര്യങ്ങൾ. എഴുത്തുകുത്തുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രമാണം എഴുതുക, അല്ലെങ്കിൽ പേരിൽ കൂട്ടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധപൂർവ്വം അത് വായിച്ചു നോക്കി എല്ലാം കൃത്യമാക്കിയതിന് ശേഷം എഴുത്തുകുത്തുകളിലെ ദോഷങ്ങൾ മാറിക്കിട്ടാനായിട്ട് അത് ചെയ്യുക. ഇരുമ്പ്, യന്ത്രസാമഗ്രികൾ എന്നിവ കച്ചവടം ചെയ്യുന്നവർക്ക് നല്ലതാണ്. അനുകൂല സമയമാണ്. ജോലിയിൽ ഉത്തരവാദിത്വം കൂടാനുള്ള സാധ്യതയുണ്ട്. പിടിപ്പത് പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നാൽ ഉത്തരവാദിത്വം കൂടും. വിലപ്പെട്ട രേഖകൾ കയ്യിൽ വന്ന് ചേരും. അതൊക്കെ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, കാഷ്യർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ, കണക്കെഴുതുന്നവരൊക്കെ ആണെങ്കിൽ ചില അപവാദാരോപണങ്ങളൊക്കെ കേൾക്കാനും ഉന്നത അധികാരികളിൽ നിന്ന് മോശമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ജലധാര കോമളമാല പുറകളൊക്കെ ശാസ്താവിന് നെയ്യഭിഷേകം, എള്ളെണ്ണാഭിഷേകം, എളിയരി കത്തിക്കുക, നീരാഞ്ജനം കത്തിക്കുക, പിന്നെ അഷ്ടോത്തരം ജപിക്കുക. അഷ്ടകമുണ്ട്, അഷ്ടോത്തരമുണ്ട്, സഹസ്രനാമമുണ്ട്. അതൊക്കെ ജപിക്കുക. നിത്യാദിയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഫലങ്ങൾ കൂടുന്നതായിട്ടുള്ള ഒരു സമയമാണ്. വിഷമിക്കാനൊന്നുമില്ല. നല്ല നക്ഷത്രമാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മയുടെ അല്ലെങ്കിൽ ശ്രീപത്മനാഭ എൻ്റെ അനുഗ്രഹം, ശ്രീപത്മദാസനാണ് ഞാൻ. അപ്പോൾ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.